ഹായ് ഹലോ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉം, ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഏഹ്, മഹാഭാരതം. മഹാഭാരതത്തിൽ അർജുനനാണോ കർണനാണോ കൂടുതൽ ശക്തി എന്ന കാര്യത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറയുന്നത്. ഏഹ്, ഇത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ വിന്നർ ഈസ് അർജുൻ. അർജുനാണ് വിജയം. കർണൻ ഈസ് എ ലൂസർ. കർണൻ വിജയിക്കാത്ത ആളാണ്. വിജയിച്ച ആള് അർജുനാണ്. ഇതാണ് ഇതിന്റെ റിസൾട്ട്. ഓക്കെ, ബട്ട് കർണൻ ഈസ് എ ഗ്രേറ്റ് വാരിയർ. എന്തെന്ന് വെച്ചാൽ കർണൻ ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ് കർണൻ ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എന്തെന്ന് വെച്ചാൽ കർണൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ആളാണ്. റൈറ്റ്. കർണൻ സ്വാർത്ഥനായി ജീവിച്ച ആളല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച. അത് മഹാഭാരതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്. ഇവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പറയുന്നുണ്ട്, കർണന്റെ ബുദ്ധിയും ധീരതയും അപാരമാണ് എന്ന് പറയുന്നുണ്ട്. പലയിടങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ അർജുനന് ഈ മഹാഭാരത യുദ്ധം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള ആളാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അർജുനൻ ശക്തിയുള്ള ഒരു യോദ്ധാവ് തന്നെയാണ്. പക്ഷെ അർജുനൻ ഒരു ബോയ്, ഒരു കുട്ടിയുടെ സ്വഭാവം പോലെ അർജുനന്റെ സ്വഭാവം. അർജുനൻ ധീരനാണെങ്കിലും പെട്ടെന്ന് അലിയുന്ന ഒരു ഹൃദയമുള്ള ആളാണ് അർജുനൻ. ഒരു ഒരു യോദ്ധാവ് എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല അർജുനൻ. കർണൻ എന്ന് വെച്ചാൽ കർണൻ ഒരു 100% യോദ്ധാവാണ്. എന്തെന്ന് വെച്ചാൽ കർണൻ ഒരു യുദ്ധത്തിൽ ഇറങ്ങിയാൽ കർണന്റെ മുന്നിൽ ഉള്ളത് ജയം മാത്രമാണ്. കർണന്റെ മുന്നിൽ കർണന്റെ ലക്ഷ്യം. കർണൻ ജീവിതം കർണനെ തോൽപ്പിച്ചു. ജീവിതമാണ് കർണനെ തോൽപ്പിച്ചത്. അല്ലാണ്ട് കർണൻ മീൻസ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കർണൻ ജീവിച്ച രീതിയിലൂടെ, പാതയിലൂടെ എല്ലാം കർണന് എതിരെയാണ്. കർണനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കർണന് ഒരാളും കർണന് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ജീവിതത്തിൽ. കർണന്റെ ജീവിതത്തിൽ ആകെ കൂടി ദുര്യോധനൻ മാത്രമാണ് കർണനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്ലയോ കർണ, നിങ്ങളുടെ ധീരതയും നിങ്ങളുടെ ശക്തിയും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വലിയ നിങ്ങൾ ഇങ്ങനെ മരിക്കുകയില്ലായിരുന്നു. നിങ്ങൾ ഒരു എന്താ പറയാ, അങ്ങനെ കർണൻ ചെയ്യാതിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. കർണൻ ചെയ്യാതിരുന്നെങ്കിൽ. പക്ഷെ കർണൻ അങ്ങനെ ചെയ്യാതിരിക്കുകയില്ല. എന്തെന്ന് വെച്ചാൽ കർണൻ ഒന്നാമത് ക്ഷത്രിയനായ ഒരാളാണ്. കർണൻ ക്ഷത്രിയനാണ്. കർണൻ ഒരു ക്ഷത്രിയന്റെ ഒരു എന്താ പറയാ ധർമ്മം എന്താണെന്ന് വെച്ചാൽ, ക്ഷത്രിയന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ
അവിടെ ജയമാണ്. കർണൻ പറയുന്നുണ്ട്, ഞാൻ ഈ കർണൻ അവസാനം പറയുന്നുണ്ട്, ഈ കർണന്റെ പേര് ഭൂമിക്കടിയിൽ പോയപ്പോൾ കർണൻ പറയുന്നുണ്ട്, അല്ലയോ അർജുന, ഞാനീ ഞാനീ രഥം എടുത്ത് പൊന്തിക്കുന്നതിന്റെ മുന്നിൽ നീ എന്നെ വധിക്കണം, അല്ലെങ്കിൽ കാലചക്രം തന്നെ മാറിപ്പോകും എന്ന് കർണൻ പറയുന്നുണ്ട്. റൈറ്റ്. കാരണം കർണന്റെ രഥം മണ്ണിൽ നിന്ന് എടുത്ത് പൊന്തിച്ചു കഴിഞ്ഞാൽ കർണന്റെ ധനുസ് എടുത്ത് കർണൻ യുദ്ധം ചെയ്യും. റൈറ്റ്. കർണൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയം കർണന് തന്നെയായിരിക്കും. കാരണം കർണൻ ഹീസ് എ ഗോഡ്. കർണൻ സൂര്യപുത്രന്റെ ഭഗവാൻ സൂര്യനാരായണന്റെ ഒരു വരദാനമാണ്. ഒരു മനുഷ്യനല്ല, ഹീസ് എ ഗോഡ്. അതുകൊണ്ട് തന്നെ കർണനെ വധിക്കാൻ കഴിയില്ല. ഇവൻ കർണന്റെ കയ്യിൽ കവചകുണ്ടലങ്ങളില്ലെങ്കിലും കർണന്റെ ആർമർ, പ്രൊട്ടക്ഷൻ അതുമൊന്നും ഇല്ലെങ്കിലും കർണന് വധിക്കാൻ കഴിയില്ല. കാരണം കർണന്റെ കയ്യിലുള്ള ധനുസ് വിജയധനുസ്, ആ ധനുസ് ഉള്ളിടത്തോളം കാലം കർണനെ വധിക്കാൻ ഒരാൾക്കും കഴിയില്ല. റൈറ്റ്. അത് കർണൻ നിലത്ത് വെച്ചത് കൊണ്ട് ആ സമയത്താണ് അർജുനൻ